is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic. That what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds, because we have always considered this as a scheme that legalizes political corruption. And if we want to cleanse our system and our democracy to actually reflect people's opinion and verdict, then these sort of corrupting influences should be eliminated. ഇന്ന് ഒരു ചരിത്രവിധിയുടെ ദിനമാണ്. സുപ്രീം കോടതിയുടെ അതിഗംഭീരമായ വിധി. ആ വിധിയാവട്ടെ പണാധിപത്യത്തിനെതിരായിട്ടുള്ള, ഭരണകൂടത്തിൻ്റെ പണാധിപത്യത്തിനെതിരായിട്ടുള്ള അതിശക്തമായ വിധിയായി മാറുകയാണ്. ആ വിധി മോദി ഭരണകൂടത്തിനും BJPക്കും കനത്ത തിരിച്ചടിയായി മാറുന്നു. ഇപ്പോൾ CPIMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിശദീകരിച്ചതുപോലെ CPIMനും രാഷ്ട്രീയമായി അഭിമാനിക്കാൻ ഏറെ വക നൽകുന്ന ഒരു ഘട്ടം, അതായത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെ നിയമവൽക്കരിക്കുന്ന വിധത്തിലേക്ക് അതൊരു പൊതുരീതിയായി മാറുന്ന നിലയിലേക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വന്നപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെതിരായ നിയമ പോരാട്ടം നടത്തിയ സംഘടനകൾ, അതിനുവേണ്ടി കോടതിയിലേക്ക് പോയവരിൽ മുൻപന്തിയിൽ നിന്നത് CPIM ആയിരുന്നു. CPIMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഈ വിധിയെക്കുറിച്ച് പ്രതികരിച്ചത്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിനും BJPക്കും വലിയ തിരിച്ചടിയാണ് ഇന്നുണ്ടായത്. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി. 2017 അരുൺ ജെയ്റ്റ്ലിയാണ് ധനബില്ലായി അവതരിപ്പിച്ചത്. ചർച്ച പോലുമില്ലാതെ 2018 പാസാക്കിയ ആ നിയമം സുപ്രീം കോടതി റദ്ദാക്കി. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഭരണഘടനാ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ചറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 2019 മുതലുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകുകയുണ്ടായി. SBIക്കും വളരെ വ്യക്തമായ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ PDT ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ, അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, ഡോക്ടർ പ്രേംകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതി അഭിഭാഷകൻ. മറ്റൊന്നുകൂടി പറയട്ടെ, BJPക്കും കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടിയായിട്ടുള്ള ഈ സാഹചര്യം, ഈ വിധിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വക്താക്കളെ ഇന്ന് അയക്കേണ്ടതില്ല എന്നുള്ളതാണ് BJPയുടെ തീരുമാനം എന്നുള്ളതുകൂടി ആദ്യം തന്നെ പറയട്ടെ. ഞാൻ ആദ്യം ശ്രീ PDT ആചാരിയിലേക്ക്. ശ്രീ PDT ആചാരി, ഈ വിധിയുടെ ഒരു ചരിത്രപരമായ പ്രാധാന്യം എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇന്നത്തെ വിധിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ ഇലക്ടറൽ പ്രോസസ്സിൽ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഒരു സംഗതി, അതായത് സുതാര്യത, അത് നിശേഷം ഇല്ലാതാക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത്. 2017 ഇത് കൊണ്ടുവരുമ്പോൾ അന്ന് ഇലക്ട്രൽ ബോണ്ട്സ് കോൺസിക്വൻഷ്യലായിട്ട് പല നിയമങ്ങളിലും മാറ്റം വരുത്തി. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൻ്റെ 29 വകുപ്പിൽ മാറ്റം വരുത്തി. ഇൻകം ടാക്സ് ആക്റ്റിൽ മാറ്റം വരുത്തി. പിന്നീട് കമ്പനി ലോയിൽ മാറ്റം വരുത്തി. ഇതിലൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സ്കീം എന്ന് പറഞ്ഞാൽ, പൈസ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിക്ക് പൈസ കിട്ടുന്ന ആരും അറിയരുത്, എത്ര കൊടുത്തു എന്നുള്ളത്. അന്ന് അവർ പറഞ്ഞത് ഈ കോർപ്പറേറ്റ് ഹൗസസ് പൈസ കൊടുക്കുമ്പോൾ, ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്കാണല്ലോ കൂടുതൽ പൈസ കൊടുക്കുന്നത്, പക്ഷേ കുറച്ച് പൈസ കൊടുക്കുന്ന പാർട്ടിക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർക്കെതിരായിട്ട് തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കോൺഫിഡൻഷ്യലായിട്ട് വെച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അപ്പം ആ പ്രശ്നമില്ല. ഇതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ കോർപ്പറേറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവർ ധാരാളം പൈസ കൊടുത്തുള്ളൂ, അപ്പോൾ ആരും അറിയത്തുമില്ല. പിന്നെ റൂളിംഗ് പാർട്ടിയുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയാകും എന്നത് ഒബ്വിയസ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഈ സ്കീം. അപ്പോൾ അതിൽ പൈസ ഇത് വാങ്ങിക്കുന്ന ആൾ, ഈ ബോണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആളിൻ്റെ പേര് അതിനകത്ത് കാണില്ല, വാങ്ങിക്കുന്ന ആളിൻ്റെ പേര് കാണില്ല, ഇതൊന്നും കാണില്ല. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് മാത്രമാണ് അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക്. പക്ഷേ
സ്റ്റേറ്റ് ബാങ്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇൻഫർമേഷൻ കിട്ടും ഈ ആളുകളൊക്കെ ഈ മറ്റു പാർട്ടികൾക്ക് കൊടുക്കുന്നത് എത്രയാണെന്നൊക്കെ ഉള്ളത്. അതവർക്ക് കിട്ടും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാധാരണ ഇപ്പം മറ്റു പാർട്ടിക്കാർക്കും പൊതുജനങ്ങൾക്കും ഒന്നും ഇതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടാവത്തില്ല. ഇതായിരുന്നു അതിൻ്റെ ആ സ്കീമിൻ്റെ ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻ്റായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. കാരണം ഇലക്ട്രൽ പ്രോസസ്സിൽ ജനങ്ങൾക്ക് ഒരു പാർട്ടിക്ക് ആര് കൊടുക്കുന്നു, എത്ര പൈസ കൊടുക്കുന്നു എന്നുള്ളത് അറിയാൻ അവർക്കതിനുള്ള അവകാശമുണ്ട്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്ന ആ വകുപ്പിൽ പെടുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അത് വേറെ പല വിധിന്യായങ്ങളിലും സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഒരു മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ ആൻറ്റിസിഡൻസ്, അയാൾക്ക് ക്രിമിനൽ കേസ് പറ്റിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ വിവരങ്ങളും, വിദ്യാഭ്യാസ യോഗ്യത, മറ്റു പല കാര്യങ്ങളും ഇതൊക്കെ അറിയിച്ചിരിക്കണം എന്ന് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അതായത് നിയമമൊന്നുമില്ലായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞു അത് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന അതിൻ്റെ പരിധിപ്പെടുന്ന സംഗതിയാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അത് ജനങ്ങളുടെ ഒരു മൗലികമായ അവകാശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിനെയും കണക്കാക്കിയിരിക്കുന്നത്. ഒരു പാർട്ടിക്ക് എത്ര പൈസ ആളുകൾ ഈ കോർപ്പറേറ്റ് ഹൗസസ് ഒക്കെ കൊടുക്കുന്നു എന്നുള്ളത് അറിയാനുള്ള അവകാശം ഈ രാജ്യത്തിലെ പൗരന്മാർക്കുണ്ട് ഭരണഘടന അനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിധിന്യായമാണ്. ഞാൻ ശ്രീ PDT ആചാരി, താങ്കളോട് തന്നെ ഒരു കാര്യം കൂടി സംസാരിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് വരാം. ഈ വിധിയുടെ വളരെ വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ് താങ്കളിപ്പോൾ സൂചിപ്പിച്ചത്. അതുതന്നെയാണ് ചരിത്രപരമാണ്, ഒരു ഹിസ്റ്റോറിക് വേർഡിക്റ്റ് എന്ന നിലയിൽ തന്നെയാണ് രാഷ്ട്രീയമായും സാമൂഹ്യമായും വിലയിരുത്തുന്നത്. താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നത് ഈ കമ്പനി നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതിയും അസാധുവാകുന്നുണ്ട്. ഈ ധനബില്ല് അവതരിപ്പിച്ച് അത് നിയമമാക്കി മാറ്റി അതിനനുസരിച്ച് ഇലക്ട്രൽ ബോണ്ട് പ്രാവർത്തികമാക്കിയപ്പോൾ കൊണ്ടുവന്ന കമ്പനി നിയമത്തിലെ ഭേദഗതിയും അസാധുവാക്കി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഈ ഭരിക്കുന്ന പാർട്ടിക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 2017 അരുൺ ജെയ്റ്റ്ലിയുടെ ഈ നീക്കം, മോദി സർക്കാരിൻ്റെ ഈ നീക്കം, അത് BJPക്ക് കൂടുതൽ പണാധിപത്യം നേടുന്നതിനുള്ള അവസരമായി അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 90% BJPയിലേക്കാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എത്തിയിട്ടുള്ളത് എന്ന അവസ്ഥ നിൽക്കെ ഈ വിധി, ഈ നിയമം രാജ്യത്ത് നടപ്പാക്കി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി തന്നെയല്ലേ? BJPക്ക് രാഷ്ട്രീയമായ തിരിച്ചടി, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ശക്തമായൊരു തിരിച്ചടി എന്നുള്ളതല്ലേ? അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട്സ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്നോളം എത്ര പൈസ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ സകല കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷൻ അത് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും വേണം. അതിന് സമയം പറഞ്ഞിട്ടുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ മാർച്ച് 10 അങ്ങനെ കണ്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമയബന്ധിത പരിപാടി അനുസരിച്ച് ഇത് ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതൊരു ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ കമ്പനികൾ പണ്ട് ഈ 7.5% അവരുടെ പ്രോഫിറ്റിൻ്റെ ഈ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കാം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു ഇലക്ട്രൽ ബോണ്ട്സിൻ്റെ ഇത് വന്നതോടുകൂടി കമ്പനി ലോയിൽ മാറ്റം വരുത്തിയിട്ട് ആ ഒരു റെസ്ട്രിക്ഷൻ അങ്ങ്, ആ ഒരു ക്യാപ്പ് അതങ്ങ് എടുത്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രോഫിറ്റും വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിലാക്കി, എത്ര വേണേൽ കൊടുക്കാം അങ്ങനെ. അപ്പോൾ അതും സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല സംഗതികളും അതിൻ്റെ കോൺസിക്വൻഷ്യലായിട്ടുള്ള നിയമ ഭേദഗതികൾ അതൊക്കെ അവർ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പം അങ്ങനെ ഒരു കോംപ്രിഹെൻസീവായ സമഗ്രമായ ഒരു സമീപനമാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നതെന്ന് പറയാം. ശരി,
അത് താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ നേരത്തെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല, വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. എന്നാൽ ഇതെല്ലാം കള്ളപ്പണം നിരോധിക്കുക അല്ലെ കള്ളപ്പണത്തെ തടയുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു വിചിത്ര യുക്തി മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ സ്വാഭാവികമായി തന്നെ കൂടുതൽ കള്ളപ്പണം ഒരു അധികാര കേന്ദ്രത്തിലേക്ക് ഒഴുകുന്നതിനാണിത് ഇടവരുത്തുക എന്നുള്ളത് വളരെ സ്പഷ്ടമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്നതായിരുന്നു. അതിപ്പോൾ സുപ്രീം കോടതി അതിലേക്ക് തന്നെ എത്തുകയും ചെയ്തു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സാധാരണക്കാരിലേക്ക് എപ്പോഴും വരുന്നൊരു ചോദ്യമുണ്ട്, ഒരു കോംപ്ലിക്കേറ്റഡായി അവർക്ക് തോന്നാം, എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നൊരു സംശയം നമ്മളൊക്കെ എത്ര ചർച്ച ചെയ്താലും വരാം. അത് നേരത്തെ പറഞ്ഞ 2017 അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ധനബില്ലിനൊപ്പം ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത്. 2018 ജനുവരി 19 ചർച്ചയില്ലാതെ പാസ്സാക്കി ധനബില്ലായിട്ടായിരുന്നു പദ്ധതി അവതരിപ്പിച്ചത്. അതാണ് ആ അന്നത്തെ കാര്യങ്ങൾ. ഇതിലെ 1-2 വാചകങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഇപ്പോൾ വിദേശത്ത് നിന്നടക്കം ഉൾപ്പെടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് സംഭാവന സ്വീകരിക്കാനുള്ള തരത്തിലാണ് നിയമം അങ്ങനെ അന്ന് വിഭാവനം ചെയ്ത് രാജ്യത്ത് കൊണ്ടുവന്നത്. ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാമെന്ന് വരുന്നു. അതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള 1000 മുതലോ മറ്റോ തുടങ്ങുന്ന 1000 മുതൽ കോടി വരെ എന്ന നിലയിലേക്കുള്ള നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയാൽ മതി. നേരത്തെ നിയമപ്രകാരം ഒരു വിദേശ കമ്പനിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയില്ലായിരുന്നു. ഈ സ്കീം നിലവിൽ വന്ന ശേഷം അത് ഇല്ലാതാകുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും എങ്ങനെയും പണം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ വാതിൽ തുറന്നിടുന്നു. അത് മറ്റാരും അറിയേണ്ട, രാജ്യത്തെ വോട്ട് ചെയ്യുന്ന ഒരു പൗരനും അതറിയേണ്ടതില്ല. വിവരാവകാശം എന്ന രാജ്യത്തെ ഏറ്റവും മൗലികമായ അവകാശത്തിൻ്റെ പരിധിയിലത് വരില്ല. അങ്ങനെ അതിഗംഭീരമായി നടപ്പാക്കപ്പെട്ട ഒരു ഭരണകൂട പണാധിപത്യത്തിൻ്റെ നിയമത്തെയാണ് സുപ്രീം കോടതി ഇന്ന് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞത്. അവിടെ ഞാൻ വീണ്ടും ഇപ്പോൾ ശ്രീ PDT ആചാര്യയെ തുടർന്ന് ഞാൻ ശ്രീ സുഭാഷ് ചന്ദ്രനിലേക്കൊന്ന് വരുന്നു. അതിനുശേഷം ശ്രീ അനിൽകുമാറിലേക്കും ശ്രീ പ്രേംകുമാറിലേക്കും വരാം. സുഭാഷ്, ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ്, ഭരണഘടനാ ബെഞ്ചാണ്. ഏകകണ്ഠമായി തന്നെ കാണാം, ജസ്റ്റിസ് ഖന്നയ്ക്ക് എന്തോ ചെറിയ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്നതൊഴിച്ചാൽ ഏകകണ്ഠമായി തന്നെ കാണാവുന്ന ഒരു വിധി. പക്ഷേ എപ്പോഴും ഉണ്ട്, 2018 പാസ്സായതാണ്. ഹർജികൾ നേരത്തെ ഈ നിയമം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് വന്നിരുന്നു. അത് സുപ്രീം കോടതി ഒന്നും പരിഗണിച്ചിരുന്നില്ല. കാലതാമസം എന്ന പ്രശ്നമൊക്കെ നമ്മൾക്കിതിൽ കാണുകയും ചെയ്യാം. പക്ഷേ ഈ കാലത്തെ ഏറ്റവും അനിവാര്യമായ ഒരു ഇടപെടൽ ഏതൊക്കെ കാര്യങ്ങളിലാണോ സുപ്രീം കോടതി അതിശക്തമായി ഇടപെടണം എന്ന് ഒരു രാജ്യത്തെ പൗരന്മാർ ആഗ്രഹിക്കുന്നത്, ആ വിധത്തിലേക്കുള്ള ഒരു അതിശക്തമായ ഇടപെടലായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടോ ഈ ജഡ്ജ്മെൻറ്റിനെ? തീർച്ചയായും ശരത്ത്, ഇതിനകത്ത് ശരത്ത് പറഞ്ഞതുപോലെ 2 ജഡ്ജ്മെൻ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ഓർഡർ ചെയ്ത് അദ്ദേഹം എഴുതിയ 4 ജഡ്ജസിന് 5-അംഗ ബെഞ്ചിൽ 4 ജഡ്ജസിന് വേണ്ടി എഴുതിയ ഒരു പ്രധാനപ്പെട്ട വിധിയും അതോടൊപ്പം ജസ്റ്റിസ് ഖന്ന എഴുതിയ വിധിയും. ജസ്റ്റിസ് ഖന്ന എഴുതിയ വിധി കൺകറിംഗ് ആണ്. ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇതേ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള വിധിയാണ്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില റീസണിങ് നൽകുന്നു. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ അതൊരു ഭിന്നാഭിപ്രായമല്ല, കുറെ കൂടി നിലവിലുള്ള ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് ആണിയടിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇത് 232 പേജുള്ള ജഡ്ജ്മെൻ്റാണ് ഇന്ന് 2 ജഡ്ജ്മെൻറ്റുകളോടെയായി വന്നിരിക്കുന്നത്. അതിനകത്ത് 74 പേജുള്ള ജഡ്ജ്മെൻ്റാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വേറെ വ്യത്യസ്തമായി എഴുതിയിരിക്കുന്നത്. ആ ജഡ്ജ്മെന്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 51-ാമത്തെ പേജ് 52-ാമത്തെ പേജൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ശ്രീ PDT ആചാര്യ സൂചിപ്പിച്ച ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ലഭിച്ച കണക്കുകൾ ഈ കഴിഞ്ഞ 2017 തൊട്ട് 2022-23 ഈ വർഷം വരെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ലഭിച്ച കണക്കുകൾ ആ ജഡ്ജ്മെന്റിനകത്ത് സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൾ വെളിച്ചത്താക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്, ഈ കള്ളപ്പണം തടയാൻ എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യായവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്ന ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി ആരാണ് എന്നുള്ളത്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് 2017-18 ഇത് കൊണ്ടുവന്ന വർഷം, ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന വർഷം ആകെ ഇഷ്യൂ ചെയ്തത് 221 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ്. അതിൽ 210 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ചത് BJPക്കാണ്. 2018-19 വർഷത്തിൽ 2539 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്തത്. അതിനകത്ത് 1450 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ചത് BJPക്കാണ്. 2019-20 കാലഘട്ടത്തിൽ 3441 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ 2555 കോടി രൂപ. ഏറ്റവും ഒടുവിൽ 2021-22 കഴിഞ്ഞ വർഷം ഇതിന്റെ കണക്ക് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് 2664 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 1033 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ലഭിക്കുന്നത് BJPക്കാണ്. മറ്റു പാർട്ടികളൊക്കെ നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് ലഭിക്കുന്നത് 5 കോടിയുടെയും 10 കോടിയുടെയും അതല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ മറ്റ് പാർട്ടികൾക്കൊക്കെ ലഭിക്കുന്നതിന്റെ ഇരട്ടിയിലധികം വരുന്ന ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയായി BJP മാറുന്നു. കേന്ദ്രം ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു എന്നുള്ളത് ആ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ ഈ ജഡ്ജ്മെന്റിനകത്ത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വെളിപ്പെടുത്തുകയാണ്.
അതോടൊപ്പം തന്നെ വിവിധ നേരത്തെ ലഭിച്ചിരുന്ന ഫണ്ടുകളുടെ വിശദാംശങ്ങൾ ഇതിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്? ആരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി? എന്തുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തു നൽകുന്നതിന് കേന്ദ്ര സർക്കാർ വിമുഖത കാണിക്കുന്നു? എന്തുകൊണ്ട് ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ജഡ്ജ്മെന്റിലൂടെ, ഈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കൺകറിംഗ് ജഡ്ജ്മെന്റിലൂടെ വെളിവാകുകയാണ്. അതിന്റെ വിവിധ പേജുകളിലൂടെ, അതിന്റെ റീസണിങ്ങിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനു വേണ്ടിയാണ് സർക്കാർ ഇത്രയും ശക്തിയുക്തം ഇതിനെ എതിർത്തത്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ, ആമുഖത്തിനകത്ത് സൂചിപ്പിച്ചതുപോലെ 3 പെറ്റീഷനേഴ്സാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് ADR എന്ന് പറയുന്ന NGO കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയ ഠാക്കൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും മാറി നിന്നാൽ CPIM എന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഈ ഇലക്ട്രൽ ബോണ്ടിനെ സുപ്രീം കോടതി മുമ്പാകെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ തീരുമാനത്തിന് പെറ്റീഷൻ അനുകൂലമായി വിധി വന്നിരിക്കുന്നു. ഈ വാദം നടക്കുന്ന സമയത്ത് തന്നെ CPM സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 ശേഷം ഇതുവരെ ₹1 പോലും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഏറെയും കുറഞ്ഞും കൈപ്പറ്റുന്ന സമയത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു അഴിമതിയുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ്, ഒരു നയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നിയമപരമായി ചോദ്യം ചെയ്യുകയും ധാർമ്മികമായി അത് വാങ്ങുകയില്ല, കൈപ്പറ്റുകയില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു 6 തീരുമാനങ്ങളാണ് ഇന്ന് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ഇലക്ട്രൽ ബോണ്ടുകൾ അടിയന്തരമായി നിർത്തിവെക്കാൻ വേണ്ടി SBIയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2019 ഏപ്രിൽ 12 സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ വേണ്ടി സുപ്രീം കോടതി SBIക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് വാങ്ങിയതാരാണ്, വാങ്ങിയ തീയതി എന്ത് തുടങ്ങിയ വിശദാംശങ്ങൾ കൂടി വെളിപ്പെടുത്തണമെന്നും സുപ്രീം കോടതി SBIക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏപ്രിൽ 12 ശേഷം ഏതൊക്കെ പാർട്ടികളാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എൻകാഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരം SBI ഈ വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറണം. ഈ വിശദാംശങ്ങളൊക്കെ മാർച്ച് 6 മുൻപായി കൈമാറണം, ഇലക്ഷൻ കമ്മീഷന് SBI കൈമാറണമെന്നും മാർച്ച് 13 മുൻപായി ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യങ്ങൾ വെബ്സൈറ്റിലൂടെ വെളിപ്പെടുത്തണമെന്നും സുപ്രീം കോടതി എന്നീ ഉത്തരവിലൂടെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി കൈവശമുള്ള വാലിഡ് ആയിട്ടുള്ള ഇലക്ഷൻ ബോണ്ടുകൾ തിരിച്ചു നൽകി അത് എൻകാഷ് ചെയ്യാൻ വേണ്ടി അത് വാങ്ങിയ ആളുകൾക്ക് അവസരം നൽകണമെന്നും ഇത്തരത്തിൽ 6 നിർദ്ദേശങ്ങളാണ് ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റിലൂടെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്, ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് നമുക്ക് പറയാം. റൈറ്റ്, ഞാൻ സുഭാഷിലേക്ക് മടങ്ങി വരാം. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ താങ്കൾ പങ്കെടുക്കുമ്പോൾ CPIMൻ്റെ പ്രതിനിധി എന്ന നിലയിൽ വലിയ നിലയിലുള്ളൊരു അഭിമാനബോധത്തോടെ ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടിയാവും സ്വാഭാവികമായും സംസാരിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് പറയുക മാത്രമല്ല, നിലപാടെടുക്കുക മാത്രമല്ല, അതിനെതിരെ ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ നിയമപരമായി ഫൈറ്റ് ചെയ്ത് മോദി സർക്കാരിൻ്റെ BJPയുടെ ഒരു വലിയ നീക്കത്തെ ഏറ്റവും അധികം നേരിട്ട് ഈ വർഷങ്ങളുടെ ഒരു കാലതാമസമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ നടപടിക്രമങ്ങളിൽ. പക്ഷേ അപ്പോഴും ചരിത്രപരമായ ഒരു വിധി വാങ്ങിച്ചെടുക്കാൻ മുൻപന്തിയിൽ നിന്ന് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി ആര് എന്ന ചോദ്യത്തിന് അതൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് CPIM എന്നുള്ളതാണ്. ആ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ശ്രീ PDT ആചാര്യ സംസാരിച്ചു, ദില്ലിയിൽ നിന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സംസാരിച്ചു. ഇതിൻ്റെ ഒരു പൊതുമാനത്തെ, രാഷ്ട്രീയ മാനത്തെ, സാമൂഹ്യ മാനത്തെക്കുറിച്ച് എന്താണ് പറയുക? ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാജ്യത്തുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ചരിത്രപരമായ വിധിയാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന MP-മാരുടെയും MLA-മാരുടെയും പാർലമെന്റ് രാഷ്ട്രീയത്തിലെ സ്വാധീനം മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായി ഈ വ്യവസ്ഥയോട് പൊരുതാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശേഷിയാണ് പ്രധാനം. കോടിക്കണക്കിന് രൂപ ലഭ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഒരു അവസരം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ കോടികൾ തട്ടിത്തെറിപ്പിച്ച് പോകാൻ കഴിയുന്ന ഒരു ആത്മശക്തി വേണം, ഒരു മേധാശക്തി വേണം. ഇപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ വരുമാനത്തിൻ്റെ 90% ഇലക്ട്രൽ ബോണ്ടാണ്. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന പാർട്ടിയല്ല, ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ കേന്ദ്രാധികാരം മാത്രമല്ല, സംസ്ഥാനത്ത് അധികാരമുണ്ടെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സ്വന്തമാക്കാം എന്ന തരത്തിലുള്ള വലിയ സാധ്യതയാണ് തുറന്നിട്ടത്. അപ്പം ഞങ്ങൾക്ക് ആ പണം വേണ്ടതില്ല എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം. ആ സ്ഥൈര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട് എന്നുള്ളതാണ് ഈ വിധി തെളിയിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വാദം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് CPMൻ്റെ അഭിഭാഷകനോട് ചോദിച്ചു, നിങ്ങളൊരു ബെനിഫിഷ്യറി അല്ലേ, ഒരു ബെനിഫിഷ്യറി എന്തിന് പരാതിക്കാരനായി? അതാണ് അദ്ദേഹത്തിൻ്റെ അത്ഭുതം.
കാരണം അദ്ദേഹം CPM-നെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ വായിച്ച് കേട്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുത്ത ഒരു വിജ്ഞാനമായിരിക്കും. ആർ യു ബെനിഫിഷ്യറി? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഈ കേസ് കൊടുത്ത് 2017 ഇപ്പോൾ 6 കൊല്ലമായി. ഈ 6 കൊല്ലത്തിനിടയ്ക്ക് തുടക്കം മുതൽ ഇന്ന് വരെ ഈ പണം വാങ്ങത്തില്ല, ഈ കോടതി വിധി എന്തായാലും ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള നിഷ്ഠ, ഒരു ബ്രഹ്മചര്യ നിഷ്ഠ, മുമ്പിൽ വന്ന് ഈ പണത്തിൻ്റെ കിലുക്കം കാണുമ്പോൾ അതിൽ അലിഞ്ഞു പോകാതിരിക്കാനുള്ളൊരു നിഷ്ഠ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ CPM ഇന്ത്യ രാജ്യത്ത് നടത്തുന്ന പ്രതിരോധത്തിൽ ഇപ്പം തന്നെ കാശ്മീരിൽ വല്ലാത്ത തരത്തിൽ കടന്നാക്രമണം നടത്തിയപ്പോൾ തരിഗാമിയെ മോചിപ്പിക്കാൻ നടത്തിയ സീതാറാം യെച്ചൂരിയുടെ പോരാട്ടം, ബിൽക്കിസ് ബാനുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഭാഷിണി അലി നടത്തിയ പോരാട്ടം, അതുപോലെ തന്നെ ദില്ലിയിൽ നിരവധി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന തരത്തിലേക്ക് കടന്നു വന്നപ്പോൾ വൃന്ദാക്കാരട്ട് അവിടെ നടത്തിയ പോരാട്ടം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലെ പരിമിതമായ ജനാധിപത്യത്തെയും നിയമവ്യവസ്ഥയുടെ പ്രത്യേകതകളെയും എല്ലാം എങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് ബദലാണ് ഇതൊന്നാമതായി തെളിയുന്നു. 2, ശരത്ത് പറഞ്ഞതിൽ നിന്നും എനിക്കൊരു ചെറിയ ഭേദഗതി പറയാനുണ്ട്. ഇത് BJPക്ക് തിരിച്ചടി, കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് പറയുമ്പോൾ അല്ല, അവർക്കൊപ്പം തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 6 കൊല്ലക്കാലം കൊണ്ട് 1136 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. അപ്പോൾ പണ്ടത്തെ പോലെ ആവതില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ BJPയുടെ സ്ഥാനത്തേക്ക് കയറിയിരിക്കാത്തത്. ആവതില്ലാത്തതുകൊണ്ടാണ്. കോൺഗ്രസിന് പ്രധാനമന്ത്രി കസേര കിട്ടിയാൽ കോൺഗ്രസ് ആയിരിക്കും വാങ്ങിക്കുക. കുറെ കൂടെ സംസ്ഥാനങ്ങളിൽ ഭരണം ഉണ്ടെങ്കിൽ ഈ രൂപയല്ല കിട്ടുക, കുറെ കൂടെ കാശ് കിട്ടും. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞത് കോൺഗ്രസിന് കഴിക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തെ പരമ്പരാഗതമായ ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടികളാണ് കോൺഗ്രസും BJPയും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേസിനകത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയും അവർക്ക് വേണ്ടി രാപകൽ പണിയെടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നു, എന്തായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാട്? ഈ കേസ് വന്ന ശേഷമെങ്കിലും ഈ കേസിൽ കക്ഷി ചേർന്നിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുന്നതാണ്, ഞങ്ങളെ തന്നെ തകർക്കുന്നതാണ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, വൈകി വന്നാലും വന്നല്ലോ വിധി, അത്രയും നല്ലത്. ഇത് 2017 കൊടുത്ത കേസാണ്. ഇപ്പം 7 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം പൂർത്തിയായി. ഇതിനിടയ്ക്ക് കോടതി വളരെ വേഗം ഇതൊരു 2-3 കൊല്ലത്തിനിടയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഒരു 4-5 സംസ്ഥാന ഗവൺമെൻറ്റുകളെ രക്ഷിക്കായിരുന്നു. ബീഹാറിൽ ഇത് സംഭവിക്കില്ല, ഇപ്പോൾ മഹാരാഷ്ട്രത്തിൽ ഇത് സംഭവിക്കില്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിക്കില്ല. അതിന് കാരണം എന്താണ്? കച്ചവടമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉജ്ജ്വലമായ വിധിയാണെന്ന് പറയുമ്പോഴും ആ വിധി ഇത്രയും താമസിച്ചത്, ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് അടക്കമുള്ള ആളുകൾ ഇത് കേൾക്കാനും തീരുമാനിക്കാനും കഴിയാതിന് നന്ദി രേഖപ്പെടുത്തണം ഇന്ത്യ. പക്ഷേ സുപ്രീം കോടതി ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലൊരു പരാതിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വൈകി ലഭിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ് എന്ന കാര്യം വരികയാണ്. 4-മത്തെ കാര്യം, നമ്മുടെ കേരളത്തിൽ ഈ കിണറ്റിനകത്ത് കുറേ തവളകൾ പോലെ കുറേ വലതുപക്ഷ മാധ്യമങ്ങളുണ്ട്. ഈ വിധി വന്നതിനെ തുടർന്ന് എത്ര മാധ്യമങ്ങളാണ് CPIM ഈ യുദ്ധം നടത്തിയെന്ന് വാർത്ത കൊടുത്തത്? CPM ആണ് ഈ യുദ്ധം നടത്തിയെന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഒരു മാധ്യമത്തിലെ ബിരുദൻ തത്സമയം റിപ്പോർട്ട് ചെയ്യാണ് 7 കോടി രൂപ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് കിട്ടി. ഏത് കേരളത്തിലൊരു മലയാള മാധ്യമം റിപ്പോർട്ട് ചെയ്താണ് 7 കോടി രൂപ CPM ഉൾപ്പെടെയുള്ള. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കേസ് കൊടുക്കുമ്പോൾ CPM ആണ് കേസ് കൊടുത്തതെന്ന് പോലും നോക്കാതെ ചാനൽ തത്സമയം തട്ടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. എന്നിട്ട് അവരുടെ ചർച്ച ചെയ്താ കരിമ്പടൽ ഖനനം, സർക്കാർ എന്തോ ഉത്തരവ് വൈകി ഇറക്കി. എന്താ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ ഇന്ത്യ രാജ്യത്ത് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന കോടികളുടെ കള്ളപ്പണത്തിൻ്റെ ഇടപാട്, ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പൈസയൊന്നും ഈ കൊടകര കുഴൽപ്പണത്തിൽ വരില്ല കേട്ടോ. ഇങ്ങനെ കോടികളുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ രാജ്യത്തിനകത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന BJP പോലൊരു പാർട്ടി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിനകത്ത് ഏറ്റവും സുതാര്യമായി നടക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPMൻ്റെയും ഒരു ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനമുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചിന്തിക്കുന്നത്, അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നുണകൾ പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയുകയാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിധി കേന്ദ്ര സർക്കാരിന് മാത്രമുള്ള തിരിച്ചടിയല്ല,
BJPക്ക് മാത്രമുള്ള തിരിച്ചടിയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെകിട്ടത്താണ് ഈ അടി. ശരി, ഞാൻ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബൂർഷ്വാ പാർട്ടികൾക്കും ഉത്തരം പറയണം. ഞാൻ വരാം, ശ്രീ അനിൽകുമാറിലേക്ക് വരാം. വളരെ ശക്തമായ രാഷ്ട്രീയ നിരീക്ഷണവും വിമർശനവും CPIMന്റെ ഇക്കാര്യങ്ങളിലുള്ള പങ്കാളിത്തവും ഇച്ഛാശക്തിയും കൂടി ചേർത്താണ് ശ്രീ അനിൽകുമാർ സംസാരിച്ചു വെച്ചത്. റൈറ്റ്, ഞാൻ അതിലുള്ള മാധ്യമങ്ങളുടെ അപകടകരമായിട്ടുള്ള ഒരു നടപടിയെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചു. ഞാനും ഇപ്പോൾ അദ്ദേഹം എനിക്ക് സംശയമുണ്ടായി ഡോക്ടർ പ്രേംകുമാർ, അതായത് 90% ലഭിച്ചത് BJPക്കാണ്, പിന്നീട് ലഭിച്ച പാർട്ടികളുടെ കണക്ക് പറയുന്നതിനകത്ത് CPIMന്റെ പേര് കൂടി ചേർത്ത് വെച്ച് മലയാളത്തിലെ മാധ്യമങ്ങളുടെ ഓൺലൈൻ വാർത്തകളിൽ ഞാനും വായിക്കുകയുണ്ടായി. ആ ആശയക്കുഴപ്പം അടക്കം അനിൽകുമാറിനോട് ചോദിക്കാനിരുന്നപ്പോഴാണ് അദ്ദേഹം അത് വിശദീകരിച്ചു വെച്ചത്. മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ഡോക്ടർ പ്രേംകുമാർ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. കോൺഗ്രസ് പാർട്ടി ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയവരാണ്. അതനുസരിച്ച് ആയിരക്കണക്കിന് കോടി രൂപ പിരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടിനെതിരായ വിധിയിലൂടെ നരേന്ദ്രമോദിയുടെ അഴിമതി തെളിയിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ ആ ബോണ്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അതിനെതിരെ ഒരു നിയമ പോരാട്ടമോ രാഷ്ട്രീയ പോരാട്ടമോ നടത്താൻ ആ കാലയളവ് മുതൽ ഇങ്ങോട്ട് വരാതിരിക്കുകയും ഇപ്പോൾ വിധി മോദിക്കെതിരാകുമ്പോൾ അതിനൊപ്പം ചേർന്ന് സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് രാഹുൽ ഗാന്ധി സാധനം ഒരു സമീപനം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പോകുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. ഇപ്പോൾ തൃണമൂൽ ഇലക്ട്രൽ ബോണ്ടിനെ ഉപയോഗപ്പെടുത്തിയത് തുടർഭരണത്തിലിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് CPIMനും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ സാധ്യതയാണ്. ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തെ നിയമപ്രകാരമുള്ളതാണ്, അതിലൂടെ കോടികൾ ആർജിക്കാം. ഇപ്പോൾ നടക്കാത്ത ഖനനത്തിൻ്റെ പേരിൽ കോടികൾ കിട്ടി എന്ന നിലയിലേക്ക് വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു നാട്ടിൽ ഇത്ര സ്പെസിഫിക്കായി വിഷയങ്ങൾ വരുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി കൂടി കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ വിധിയുടെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് എന്താണ് പ്രേംകുമാറിൻ്റെ നിരീക്ഷണം? ഒന്ന് കെ അനിൽകുമാർ പറഞ്ഞു നിർത്തിയതിനെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്ത് പറയാൻ ഞാൻ വിചാരിക്കുന്നു. കാരണം സുപ്രീം കോടതിൻ്റെ ഡിവിഷൻ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് ഇത് എന്താ പറയുക സെറ്റസൈഡ് ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ട് ആർട്ടിക്കിൾ 19(1) വയലേഷനാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ വയലേഷനാണെന്ന് കണ്ടുകൊണ്ടാണ്. ആളുകൾക്ക് അറിയാനുള്ള അവകാശത്തിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ തൂങ്ങിയിട്ടാണ് ശരത്തടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നാട്ടുകാരുടെ മുഴുവൻ നെഞ്ചത്ത് കയറുന്നു പ്രത്യേക അവകാശം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നത്. അതായത് ഏത് അവകാശത്തിൻ്റെ പുറത്താണോ മാധ്യമ സ്ഥാപനങ്ങൾ നിൽക്കുന്നത് അതിനെ ഇല്ലാതാക്കുന്നതാണ് അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന, മോഡി കൊണ്ടുവന്ന ഈ നിയമം എന്ന് കണ്ടിട്ടാണ് സുപ്രീം കോടതി ഇത് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ആ നിയമ പോരാട്ടം നടത്തിയത് ആരാണ്, അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആരാണ് എന്നുള്ളത്, തങ്ങളുടെ അടക്കം നിലനിൽപ്പ് അപകടത്തിലാകുമായിരുന്ന ഒരു നിയമത്തെ ഇല്ലാതാക്കിയ ഇനീഷ്യേറ്റീവ് ആരാണ് എടുത്തത്, അത് CPM ആണെന്ന് പറയാതിരിക്കാൻ വളരെ ശ്രദ്ധ കാണിക്കുന്നുണ്ട് കേരളത്തിലെ അടക്കമുള്ള മാധ്യമങ്ങൾ. അതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് ഞാൻ പേര് പറഞ്ഞു തന്നെ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മാതൃഭൂമി ന്യൂസാണ് 7 കോടി രൂപ CPIMന് കിട്ടിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ പറഞ്ഞത് കളവായിരുന്നു എന്നും ആ കളവ് തിരുത്തിക്കുന്നത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളൊക്കെ സൈബർ പോരാളികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന, ടെലിഫോണിലൂടെ ഇത്തരം കൗണ്ടർ മീഡിയ പ്രവർത്തനം നടത്തുന്ന ദീപു ഗോപാലായിരുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ രസകരമായ കാര്യം. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതിൽ വേറൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടെന്നേ. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളുടെയും അട്ടിപ്പേർ അവകാശം പേറുന്ന പാർട്ടിയാണ്. അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഭാഗമാണ് മോദി ഈ നിയമത്തിലൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പം ആരാണോ അതിനുവേണ്ടി പ്രയത്നിച്ചത് അവരെ മെൻഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതിലും കോൺഗ്രസിൻ്റെ ഇന്ന് എത്തി നിൽക്കുന്ന വല്ലാത്തൊരു രാഷ്ട്രീയ പാപ്പരത്തമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വളരെ പോസിറ്റീവായൊരു കാര്യം, ഇന്നും ഇന്നലെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത് മാത്രമല്ല വേറെയും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബാരിക്കേഡുകളും റോഡിലെ ബ്ലോക്കുകളൊക്കെ എന്താ പറയുക അതിജീവിച്ചുകൊണ്ട് കർഷകരുടെ ആയിരക്കണക്കിന് ട്രാക്ടറുകൾ ഡൽഹിയിലേക്ക് വരികയാണ്. ഇന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അവരൊരു ചർച്ച നടത്തുന്നു. കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി എല്ലാ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് അത് എന്താ പറയുക വെട്ടിച്ചുരുക്കിയതിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയപ്പം രാഷ്ട്രീയ സമരം നടത്തി. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നാണ് ചർച്ച നടക്കുന്നത്. ഇന്നേ ദിവസം തന്നെയാണ് എത്രയും ഭീകരമായ രീതിയിലുള്ള അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന, അഴിമതിയെ ലീഗലൈസ് ചെയ്യുന്ന, സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു നിയമത്തിനെതിരെ സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അതേസമയം അഴിമതിയിലേക്കും കെടുകാര്യസ്ഥയിലേക്കും ട്രാൻസ്പെറൻസി ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉള്ളിടത്തോളം കാലം, ഭരണഘടന ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നൽകുന്നുണ്ട്. പിന്നെ അനിൽകുമാർ പറയാതെ പോയൊരു കാര്യമുണ്ട്. വളരെ ചെറിയ എന്താ പറയുക, ഏതൊരു പൗരൻ്റെയും അവകാശമാണ് പ്രധാനമന്ത്രി വിളിച്ചാൽ സദ്യയ്ക്ക് പോവുക എന്നുള്ളത് പറഞ്ഞിട്ട്
NK പ്രേമേന്ദ്രൻ നടത്തിയിട്ടുള്ള മോദിയെ പോലൊരു നല്ല മനുഷ്യനില്ല എന്ന് പറഞ്ഞ വാചകത്തെ പോലും ചാടിക്കേറി ന്യായീകരിച്ച ഇവിടെയുള്ള വലിയ എന്താ പറയുക കാരാസ്കരത്തിന് കുരു പോലുള്ള സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ, അവരാരും നിങ്ങൾക്കൊരു സംശയവും വേണ്ട ഈ വിധിയെ പറ്റിയോ BJPയുടെ ഈ തീരുമാനത്തെ പറ്റിയോ ഒരു അക്ഷരം പറയില്ല. ഇവരൊക്കെ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളത് മലയാളിക്ക് ലോകത്തിന് വ്യക്തമാക്കി തരുന്ന ഒരു വിധിയും അതിനുശേഷമുള്ള റെസ്പോൺസസുമാണിത്. ഈ എന്താ പറയുക അതിവിപ്ലവത്തിലൂടെ അതിവിമർശനത്തിലൂടെ ഇക്കൂട്ടർ ചെയ്തു കൂട്ടുന്നത് BJPയും RSSും സംഘപരിവാരും എന്താണോ ചെയ്യുന്നത് അതിന് അരിനിൽക്കുകയാണ്, അതിന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന വലതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ കേരളത്തിലെ എന്താ പറയുക കൊട്ടേഷൻ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും ചെയ്യുന്ന എന്താണെന്നും കൂടി മനസ്സിലാക്കി തരുന്നുണ്ട് ഈ വിധിക്ക് ശേഷമുള്ള റെസ്പോൺസസ്. കാരണം CPM ആണ് ഈ കേസ് കൊടുത്തതെന്നുള്ളത് വളരെ വളരെ കുറച്ച് ആൾക്കാർക്കേ അറിയുള്ളൂ എന്നുള്ളതാണ് സത്യം. വളരെ കുറച്ച് ആളുകളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അക്കൂട്ടത്തിലില്ല. മാത്രവുമല്ല ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി എന്തടിസ്ഥാനത്തിലാണ് അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നു പറയുന്നതെന്ന് അറിയില്ല. കാരണം കോൺഗ്രസും ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ ഇതിലൂടെ ആരാണ് പൈസ കൊടുത്തതെന്ന് വെളിപ്പെടുത്താത്ത, അതായത് ഈ തട്ടിപ്പിലൂടെ കള്ളപ്പണം മാത്രമല്ല വെള്ളപ്പണം കള്ളപ്പണമായി കൊടുക്കാൻ പറ്റുന്ന ഈ നിയമത്തിന്റെ ആനുകൂല്യം പറ്റിയിട്ടുണ്ട്. കണക്കെങ്ങും അവതരിപ്പിക്കണ്ടല്ലോ, അത് വളരെ വളരെ രഹസ്യ സ്വഭാവത്തോടെ ഇനി പറയേണ്ടി വരും. BJPയുടെ അഴിമതി പുറത്താവുന്നത് പോലെ തന്നെ കോൺഗ്രസിന്റെ നടത്താൻ പറ്റാതെ പോയ അഴിമതി കഥകളും കൂടെ നാട്ടുകാർ അറിയുകയാണ് ചെയ്യുക. റൈറ്റ്. അപ്പോൾ അവശേഷിക്കുന്ന അത്യാവശ്യം ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണം വെച്ച് പിരിച്ച ഇലക്ട്രൽ ബോണ്ടിലൂടെ പിടിച്ച ആയിരക്കണക്കിന് കോടി കീശയിലിട്ടുകൊണ്ടാണ്, അക്കൗണ്ടിലിട്ടുകൊണ്ടാണ് ഇതിപ്പോൾ മോദിക്കെതിരായിട്ടുള്ള വലിയ വിധിയായി രാഹുൽ ഗാന്ധി കാണുന്നത്. അത്രയേ രാഹുൽ ഗാന്ധിക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത്രയേ രാഹുൽ ഗാന്ധിക്ക് കാണാൻ പറ്റുള്ളൂ. അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളത് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇവിടെ ശ്രീ PDT ആചാരി 2018 ഇത് നിയമമായി വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതിൽ നമ്മൾ സാധാരണക്കാരോട് നമ്മളൊക്കെ എപ്പോഴും പറയേണ്ടതായി വരുന്നൊരു കാര്യമുണ്ട്. ഇത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏത് പാർട്ടിക്ക് എത്ര രൂപ കിട്ടി എന്ന നിലയിൽ വിവരാവകാശ പ്രകാരം നമ്മൾ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ കിട്ടുകയില്ല. അത്ര വലിയ പ്രിവിലേജ്, അത്ര വലിയ പരിരക്ഷ ഈ ഇലക്ട്രൽ ബോണ്ടിന് ഒരുക്കിയിരുന്നു. വളരെ ലളിതമായിട്ടുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ആ നിലയിലൊരു വലിയ ദുരൂഹതയോ രഹസ്യാത്മകതയോ ഭരിക്കുന്ന സർക്കാരിനും അതിൻ്റെ പാർട്ടിക്കുമൊപ്പം അത്രമേൽ കാശുകാരന് ചേർന്ന് നിൽക്കാം. ഈ കാശുകാരൻ എന്ന് പറയുന്നതിനകത്ത് ആ ഇൻവെർട്ടർ കോമയാണ്, അതിനകത്ത് ഒട്ടേറെ തരത്തിൽ ആളുകൾ വരും. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇത്തരം സാങ്കേതിക ടേമിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചു. അപ്പോൾ ആ നിലയിൽ കൊണ്ടുവന്ന ഒരു വലിയ അഭ്യാസത്തെയാണ് അല്പം വൈകിയാണെങ്കിലും കോടതി പിടികൂടി ഈ രീതിയിൽ ഇടപെട്ടത്. ഇവിടെ സ്വാഭാവികമായും കോടതി പറയുന്ന ഒരു കാര്യം ശ്രീ PDT ആചാരി, ഇങ്ങനെ പണം കൊടുക്കുന്നത് രഹസ്യമാക്കി വെക്കാം എന്ന് വെച്ചാൽ അങ്ങനെ രഹസ്യമായി പണം കൊടുക്കുകയും കോടാനുകോടി രൂപ കൊടുക്കുകയും താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രവർത്തനത്തിലെ ലാഭം മുഴുവൻ അങ്ങനെ കൊടുക്കാം എന്ന നിലയിലേക്ക് കയ്യയച്ച് ഒരു നിയമം വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ സർക്കാരിൻ്റെ നയങ്ങൾ ഈ കാശ് കൊടുക്കുന്നവന് വേണ്ടി വളയില്ലേ, അവന് വേണ്ടി എഴുതി ചേർക്കപ്പെടില്ലേ, സാധാരണക്കാരനപ്പുറമുള്ള താല്പര്യത്തിലേക്ക് അത് വരില്ലേ? അപ്പോൾ കോടതി ആ സംശയവും ആ ബോധ്യവും പറയുമ്പോൾ അതിനർത്ഥം ഈ പറഞ്ഞ 2018 മുതൽ ഈ 2024 വരെയുള്ള ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നയതീരുമാനങ്ങളിൽ നടപ്പാക്കലുകളിൽ അത്തരം വെള്ളം ചേർക്കലുകളും താല്പര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് നല്ല സംശയം കൂടി ഉണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അത്തരമൊരു പോളിസി മേക്കിങ്ങിനെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ മാറിയിട്ടുണ്ട് എന്ന് നിസ്സംശയം കരുതരുതോ? തീർച്ചയായിട്ടും അത് അനലൈസ് ചെയ്യണം. ആ ഡേറ്റ കിട്ടുമ്പോൾ ഏതൊക്കെ നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഏതൊക്കെ നടപടികളാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സൊക്കെ, ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഈ കോർപ്പറേറ്റ് ഹൗസസ് ഈ ഡൊണേഷനിലൂടെ ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ നയപരിപാടികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷേ അതൊരു അനാലിസിസിൻ്റെ കാര്യമാണ്. അതങ്ങനെ ഈ ഡേറ്റ കിട്ടിക്കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് അനലൈസ് ചെയ്യാൻ പറ്റും. അത് ശരിയാണ്, തീർച്ചയായും അത് ആ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ പരിശോധനയിലേക്കും പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണത് ഞാനത് ചോദിക്കാനിടയായത്. ഒരു കാര്യം കൂടി, ഈ കാലതാമസം എന്നൊരു പ്രശ്നമുണ്ടല്ലോ, ഇത് കാലതാമസം ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? കാലതാമസം വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ഈ കാലതാമസത്തിനേക്കാൾ കൂടുതൽ ഇപ്പോഴ് ഈ ഒരു വിധി വന്നു എന്നുള്ളതാണല്ലോ, അതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇൻസെപ്ഷൻ മുതൽ, അതായത് ഈ ഇലക്ട്രൽ ബോണ്ട്സ് തുടങ്ങിയ സമയം മുതലുള്ള എല്ലാ ഡേറ്റായും അവൈലബിൾ ആയിരിക്കണം, അത് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞതോടുകൂടി
ആ ഒരു ഒരു പ്രശ്നത്തിനൊരു പരിഹാരവുമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ഇത് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ശരിയാണ്, ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പോൾ ഫ്യൂച്ചറിലാണല്ലോ ഇനിയിപ്പോൾ അത് കൂടുതൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ കാലങ്ങളിൽ എത്ര പൈസ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് കിട്ടിയെന്നുള്ളത്, റൂളിംഗ് പാർട്ടിക്ക് പ്രത്യേകിച്ചും എന്നുള്ളത് ജനങ്ങൾ അറിയാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അങ്ങനെയാണ്. ഇതിൻ്റെ ഇനി കണക്കുകൾ പുറത്തു വരുമ്പോൾ സുഭാഷ് ചന്ദ്രൻ, അതായത് ഈ 2018 മുതൽ മോദി സർക്കാരിലേക്ക് അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന BJP-യിലേക്ക് വന്നിട്ടുള്ള 90%, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പറയുന്നത് 55,200 കോടി രൂപ എന്തിനു വേണ്ടി ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP സ്വന്തമാക്കിയ അത്രയും കോടി രൂപ എന്തിന് വിനിയോഗിച്ചു എന്ന് ആണിപ്പോൾ കോൺഗ്രസ്സിന് അറിയേണ്ടത് എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നൊരു കാര്യം, അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഈ പണം യഥാർത്ഥത്തിൽ അതിൻ്റെ കണക്കുകൾ കൂടി പുറത്തു വരുന്നതോടെ അത് ആരാണ് നൽകിയത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട നിലയിൽ രാജ്യം കൂടുതൽ പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ ഞെട്ടലുളവാക്കുന്ന വിധത്തിലേക്കുള്ള ഭരണകൂടവും ഈ കോർപ്പറേറ്റുകളും തമ്മിലുള്ളൊരു നെക്സസിനെ കുറേ കൂടി വെളിപ്പെടുത്തുന്നതിലേക്ക് പോകുമോ? രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇത് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. ആ നിലയിൽ അത് അബ്സല്യൂട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കേസിൽ ആകെ വാദിച്ചത് ഈ കള്ളപ്പണം അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ നടപടി ഇത് മാത്രമാണ് എന്ന നിലയിലാണോ കേസിലാകെയും വാദിച്ചുകൊണ്ടിരുന്നത്? അതാണോ പൂർണ്ണമായും സുപ്രീം കോടതി നിരാകരിച്ചത്? ശരത്ത്, ഇതിന്റെ മറ്റു ചില സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമപരമായ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനകത്തുള്ള ചില ഡാറ്റകൾ അത് പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൂടി പറയാണ്. ഇത് ഞാൻ പറയുന്നത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സഞ്ജീവ് ഖന്നയുടെ ജഡ്ജ്മെന്റിനകത്ത് 53-ാം പേജിനകത്ത് അദ്ദേഹം റീപ്രൊഡ്യൂസ് ചെയ്ത ഡാറ്റയാണ്. ആ ഡാറ്റ പറയുന്നത് ഇപ്പൊ ഈ 2018 മാർച്ച് തൊട്ട് 2023 ജൂലൈ വരെ ആകെ ഇഷ്യൂ ചെയ്ത ഇലക്ട്രൽ ബോണ്ടുകളുടെ 54%, അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ നമുക്കറിയാം 1000 രൂപയുടെ ഉണ്ട്, 10,000-ന്റെ ഉണ്ട്, 1 ലക്ഷത്തിന്റെ ഉണ്ട്, 10 ലക്ഷത്തിന്റെ ഉണ്ട്, 1 കോടിയുടെ, ഇങ്ങനെ 5 തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ടുകളാണ് SBI ഇഷ്യൂ ചെയ്തിരുന്നത്. അതിന്റെ 54%, അതായത് 12,999 ഇലക്ട്രൽ ബോണ്ടുകളും 1 കോടി രൂപയുടേതാണ്. അതായത് 12,999 കോടി രൂപയാണ് ഈ പറയുന്ന 1 കോടിയുടെ ഏറ്റവും ഉയർന്ന ഡിനോമിനേഷനുള്ള ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ 54% ലഭിക്കുകയാണ്. 10 ലക്ഷത്തിന്റെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിക്കുന്നത് ഏതാണ്ട് 7,618, 31% ഈ ഇലക്ട്രൽ ബോണ്ട് കണ്ടോ, അതായത് 761 കോടി രൂപയുടെ. 1000 രൂപയുടെ എന്നൊക്കെ പറഞ്ഞാൽ 99 ഇലക്ട്രൽ ബോണ്ടുകളാണ്. വളരെ നോമിനൽ ആയിട്ടുള്ള 99 ഇലക്ട്രൽ ബോണ്ടുകൾ മാത്രം, 99,000 രൂപയുടെ. 10,000 രൂപയുടെ എന്ന് പറഞ്ഞാൽ 208 ഇലക്ട്രൽ ബോണ്ടുകൾ മാത്രം. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരന് കോൺട്രിബ്യൂട്ട് ചെയ്യാനെന്നുള്ള വ്യാജേന ഇത്തരത്തിലുള്ള വൻകിട കമ്പനികളുടെയും ഷെൽ കമ്പനികളുടെയും കള്ളപ്പണം യാതൊരു സ്ക്രൂട്ടിനിയും ഇല്ലാതെ തങ്ങളിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റുന്ന സമയത്താണ് ഈ കണക്കുകൾ സുപ്രീം കോടതി തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 53-ാമത്തെ പേജിനകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ സഞ്ജീവ് ഖന്നയുടെ 53-ാമത്തെ പേജിനകത്ത് നോക്കിയാൽ കാണാൻ കഴിയും. വേറൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരഗ്രാഫ് 75-ന് സഞ്ജീവ് ഖന്നയുടെ പാരഗ്രാഫിന് ഈ ജഡ്ജ്മെന്റിനകത്ത് തന്നെ പറയുന്നത്, ഈ ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത് ഈ പെറ്റീഷനേഴ്സ് കോർപ്പറേറ്റ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഇവിടെ ഉന്നയിച്ചിട്ടില്ല. ഇത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം മാത്രമാണ്. അതേസമയം ചില കോർപ്പറേറ്റ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചില പെറ്റീഷനേഴ്സ് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതൊരു പ്രധാന വാദമായതുകൊണ്ട് ഞാൻ അതിൽ ഒരു തീരുമാനം, ഒരു ജഡ്ജ്മെന്റ് ഇപ്പോൾ പറയുന്നില്ല, ഒരു ഡിസിഷൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് ഭാവിയിൽ വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം ഇതിനകത്ത് എഴുതി വെക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ, നേരത്തെ ശരത്ത് ചോദിച്ചതിന്റെ ഒരു ഉത്തരം അവിടെയാണ് വരുന്നത്. ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ആരാണ് ഇത് വാങ്ങിയതെന്നും ആർക്കാണ് ഇത് നൽകിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് മാർച്ച് 6, 13 എന്ന് പറയുന്ന 2 ഡെഡ് ലൈനുകളാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡെഡ് ലൈനുകളിൽ ഇത് പുറത്തു വരുന്ന സമയത്ത് ഏത് കോർപ്പറേറ്റ് ആണ്, ഏത് സ്ഥാപനമാണ്, ഏത് വ്യക്തികളാണ് ഇത് വാങ്ങിയതെന്നും ഏത് വ്യക്തികൾക്കാണ് ഇത് നൽകിയതെന്നുമുള്ള ഡാറ്റകൾ ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പുറത്തു വരുന്ന സമയത്ത് നേരത്തെ സഞ്ജീവ് ഖന്ന തന്നെ ഈ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പോലെ കോർപ്പറേറ്റ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയവും ഇവിടെ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ടുകളെയും കോർപ്പറേറ്റ് ഫണ്ടിങ്ങിനെയും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി സർക്കാരിന്റെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ഇനി റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം, ക്യൂറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. പക്ഷേ സാധാരണ നിലയ്ക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും സാധാരണ നിലയ്ക്ക് ഉണ്ടാകാറില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ തന്നെയുള്ള ഈ സുപ്രീം കോടതി വിധിയെ
ഈ നിലവിലിരിക്കുന്ന ഭരണകക്ഷി അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് KM ജോസഫിന്റെ വിധിയെ ഇതിനകത്ത് ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറയുന്ന വിധിയെ മറികടക്കാൻ വേണ്ടി എങ്ങനെയാണ് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഇവർ നിയമനിർമ്മാണം നടത്തിയതെന്നും അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് അവരുടെ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ മറികടക്കാൻ വേണ്ടി, കാരണം ഇതിന്റെ ഡാറ്റകൾ പുറത്തു വരുന്ന സമയത്ത് ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിലെ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണെന്നും ഭരണകൂടത്തിനാണെന്നും നല്ല തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തിയുക്തം ജീവൻ നൽകിയും അവർ ഈ പോരാട്ടം നടത്തിയത്. പക്ഷെ എന്നിട്ടും പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിലേക്ക് BJP വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല ചർച്ചകളിൽ വന്ന് വിശദീകരിക്കാൻ പോലും കഴിയാത്ത വിധം ശ്രീ അനിൽകുമാർ ആ പാർട്ടിക്ക് ഒരു നിലപാട് പറയാൻ കഴിയാത്ത വിധം ആ തിരിച്ചടിയുടെ ഒരു ആഴം വളരെ പ്രകടമാണ്. ഇന്നിപ്പോൾ നേരത്തെ മാധ്യമ വിമർശനം, കേരളത്തിലടക്കം മാധ്യമങ്ങൾ CPIMൻ്റെ ഒരു ഇടപെടൽ നിയമപരമായി ഫൈറ്റ് ചെയ്തത്, രാഷ്ട്രീയമായ കാഴ്ചപ്പാട് കേരളത്തിലെ മാധ്യമങ്ങൾ നിസ്സംശയം അത് തുറന്ന് വിശദീകരിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾക്ക് ആ ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല തെറ്റായ വിവരങ്ങൾ ചിത്രീകരിച്ച് അല്ലെങ്കിൽ നൽകിയതുമായി ബന്ധപ്പെട്ട് താങ്കളും ശ്രീ പ്രേംകുമാറും ഒക്കെ സൂചിപ്പിച്ചു. ഞാനിപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചർച്ചകളുടെ ഒരു പൊതുസമയമാണല്ലോ 8 മണി എന്ന് പറയുന്നത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ, വാർത്താ ചാനലുകളിൽ. പക്ഷേ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കൈരളി ഒഴികെ 2 ചാനലുകളോ മറ്റോ ആണ് ഈ ചരിത്രവിധിയുമായി ബന്ധപ്പെട്ട് ഈ സമയം, ഇതിന് മുമ്പ് അപ്പുറമുള്ളതിനെ കാണാതെയല്ല ഞാനൊരു മാധ്യമപ്രവർത്തനത്തിൽ അതും കാണണമല്ലോ, ഈ സമയം ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് 2 ചാനലുകൾ മാത്രമാണ് എന്നതുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ CPIM ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി ആവശ്യപ്പെടുന്നത് എന്താണ്? ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് കോടതി പറയുന്നതോടെ അത് കൈപ്പറ്റി അത് പ്രസിദ്ധീകരിക്കുന്നു, അതും ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ അനധികൃത പണം, ആ അഴിമതി പണം, നിയമവിരുദ്ധമായ പണം, അത് ഏത് നിലയിൽ രാജ്യം അതിനെ കാണണം, കോടതി ഏത് നിലയിൽ അതിലും ഒരു നിലപാട് സ്വീകരിക്കണം, അത് പിടിച്ചെടുക്കേണ്ടതുണ്ടോ എന്നതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഇതിലേക്ക് വരുന്നില്ലേ ശ്രീ അനിൽകുമാർ? ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ കോടതി ഇത് വിധി പറയാൻ താമസിച്ചു എന്നുള്ളത് ഒരു പരാതിയായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ചില ജഡ്ജിമാരൊക്കെ തന്നെ ഗവർണർമാരായിട്ടിരിക്കുകയാണ്, ചിലർ രാജ്യസഭയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവരെങ്ങാനുമാണ് ഈ കേസ് തീരുമാനിച്ചിരുന്നെങ്കിലോ? അപ്പോൾ സ്വാഭാവികമായും ഇത്രയും പോലും നീതി നമ്മുടെ രാജ്യത്തിന് കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ജഡ്ജിമാരുള്ളത് കൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ വിധി കിട്ടുന്നത്. കാരണം സുപ്രീം കോടതി എന്ന് പറയുന്നത് നിയമം നടപ്പാക്കേണ്ട കോടതിയാണെങ്കിലും ഇത് ആപേക്ഷികമാണ്. ആ ആപേക്ഷികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്താണ്? അദാനി കേസിലെ വിധിയാണ്. ഹിൻഡൻബർഗ് ചില വസ്തുതകൾ കണ്ടെത്തി. ആ വസ്തുതകളാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ഹിൻഡൻബർഗിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോളാൻ പറഞ്ഞ ഒരു സുപ്രീം കോടതിയാണിത്. ഇതേ സുപ്രീം കോടതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിൽക്കീസ് ബാനുവിനെ ജയിലിലേക്ക് വിടാൻ സഹായകരമായിട്ട് തീരുമാനമെടുത്തത്. അപ്പോൾ കോടതിയിൽ നിന്ന് ആകെ നീതി കിട്ടും എല്ലാ കാലത്തും എന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട. പക്ഷെ ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട ഈ ബെഞ്ചിൽ അംഗങ്ങളായിരുന്ന എല്ലാവരും നടത്തിയ ഏകണ്ഠമായ വിധി എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധി എങ്ങനെയാണോ ഇന്ത്യ ചരിത്രത്തെ ബാധിച്ചത്, അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കുന്ന ചരിത്രപരമായ വിധിയായതുകൊണ്ട് വ്യക്തിപരമായി അഭിനന്ദനം അവരർഹിക്കുന്നില്ലെങ്കിൽ പോലും ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ജഡ്ജിമാർ ഇന്ത്യ രാജ്യ ചരിത്രത്തിൽ ജനാധിപത്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ഉജ്ജ്വലന്മാരായ ജഡ്ജിമാരാണ്. അവർ നിയമവ്യവസ്ഥയോട് ശരിയായി നീതി കാണിച്ചിരിക്കുന്നു. അതാണ് പ്രധാനം, അവരോട് നീതി കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ഇനി ഇതെല്ലാം വെളിപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾ ഉടനെ തല പൂഴ്ത്തണമല്ലോ എന്ന് കരുതി BJPക്കാരുടെ ഉറക്കമൊന്നും പോകത്തില്ല, അല്ല കോൺഗ്രസ്സുകാരുടെ ഉറക്കം പോകത്തില്ല. നാണം ഉണ്ടെങ്കിലേ ഉറക്കം പോകും. ഇപ്പം ഞാൻ ചോദിക്കുന്ന ആർക്കെങ്കിലും നാണമുണ്ടെങ്കിലേ ഉറക്കം പോകും. നിങ്ങൾക്ക് നാണമുണ്ടെങ്കിലാണ് നിങ്ങൾ ആലോചിക്കുന്നത്, അയ്യോ ഞാനങ്ങനെ നാളത്തെ കഴിഞ്ഞത് ആളുകളെ കാണും, ആളുകളെ ഫേസ് ചെയ്യും. ആ ഫേസിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല. നാളത്തെ കഴിഞ്ഞ് വേറൊരു വിഷയമായിരിക്കും സമൂഹത്തിൽ അവർ ഉയർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങൾക്കകത്ത് നിർത്തിക്കൊണ്ട് ചർച്ച സംഘടിപ്പിക്കാനും അതിനെ പ്രധാനപ്പെട്ട ചർച്ചയാക്കാനും കഴിയുന്ന ഒരു മാധ്യമ പരിസരം ഇവിടെയുണ്ട്. ആ മാധ്യമ പരിസരത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞത്. 19(1) ദുരുപയോഗമാണ്. 19(1) ഉപയോഗമല്ല, 19(1) ഒരു എക്സ്പ്രഷൻ്റെ അവകാശം ഉപയോഗിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. അവിടെ പ്രധാനമായിട്ട് കാര്യത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല ഫണ്ടിങ്, തെരഞ്ഞെടുപ്പ് ഫണ്ട്. ഇലക്ട്രൽ ബോണ്ട് കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് നിർമ്മലാ സീതാരാമൻ
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ കിടന്ന 1,43,000 കോടി രൂപ അവിടുന്ന് വാങ്ങിച്ചെടുത്തിട്ട് ചെയ്തത് കോർപ്പറേറ്റ് ടാക്സ് ഇളവ് ചെയ്ത് കൊടുത്തപ്പോൾ എത്ര കോടി രൂപ നഷ്ടപ്പെട്ടു നമുക്ക്? ഇപ്പം തന്നെ ഇന്തോനേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ആസ്ട്രേലിയയിൽ നിന്നും കൽക്കരിയുമായിട്ട് അദാനിയുടെ കപ്പൽ വന്നുകൊണ്ടിരിക്കുക. അദാനിയുടെ കപ്പൽ ഇവിടെ അടുക്കാൻ തുടങ്ങിയപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു, ഇന്ത്യ രാജ്യത്ത് ഇറക്കുമതിയുടെ കൽക്കരിക്ക് 5% നികുതി കുറച്ചിരിക്കുന്നു. ആരാവശ്യപ്പെട്ടിട്ടാണ് കൽക്കരിയുടെ നികുതി കുറച്ചത്? ഇലക്ട്രൽ ബോർഡ് കാശ് കിട്ടി. എണ്ണവില തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റുകൾ എണ്ണവില തീരുമാനിക്കുമ്പോൾ അധികാരം കോർപ്പറേറ്റിന് കൊടുത്തിരിക്കുക. കോർപ്പറേറ്റുകൾ എണ്ണവില തീരുമാനിക്കും, അവർക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കും. ഇതൊന്നും കൂടാതെ വേറെ ഒരു പരിപാടിയാണ് PM കെയർ ട്രസ്റ്റ്. വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ വിവരമൊന്നും കിട്ടത്തില്ല, കോവിഡ് അല്ലേ. PM കെയർ ട്രസ്റ്റ് ഇവിടെ ശൈല ടീച്ചർ ഇവിടെ മന്ത്രിയായിരുന്ന കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ ദിവസം ഈ PPE കിറ്റ് ഇല്ലാതിരുന്ന സമയത്തേക്ക് കിട്ടുന്നിടത്തിന് വില കൂടുതൽ വാങ്ങിച്ചൊരു 10,000 എണ്ണം. അതിനാ ശൈല ടീച്ചറുടെ പേരിലും സഖാവ് പിണറായിയുടെ പേരിലും എത്രത്തോളമാണ് മാധ്യമങ്ങൾ ഈ കേരളത്തിനകത്ത് അപമാനകരമായ വർത്തമാനം ബഹുമാനപ്പെട്ട ശരത്ത് പറയുന്ന അന്തിച്ചർച്ചയ്ക്ക് ഉപയോഗിച്ചത്? ഏതെങ്കിലും മാധ്യമം നീതിയുള്ളവരാണോ? മാധ്യമങ്ങളല്ല, നമ്മുടെ സമൂഹത്തിനകത്ത് നീതി എവിടെ നിൽക്കുന്നു? ഇതെല്ലാം പുറത്തു വന്നാലുടനെ നരേന്ദ്രമോദി മുഖം പൂഴ്ത്തി ഓടുമെന്നാണോ പറയുന്നത്? നരേന്ദ്രമോദിക്ക് നാണം ഉണ്ടെങ്കിൽ ആ UAE പോയിട്ട് ആ അമ്പലം ഉദ്ഘാടനം ചെയ്യുമോ? ഇവിടെ പള്ളി പൊളിക്കാൻ നേതൃത്വം കൊടുത്ത ആൾ, അതിനെ പിന്തുണയ്ക്കുന്ന ഒരാൾ, അതിൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ ആ പള്ളി ഇപ്പോഴും പൊളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ പോയി UAE പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ് അമ്പലം വെച്ച് തരുമ്പോൾ അതിന് ഉദ്ഘാടനം ചെയ്യാണ്. എന്നിട്ട് വലിയ വാഴ്ത്തിപ്പാടുകയാണ് മതനിരപേക്ഷതയെക്കുറിച്ച്. ഇവിടെ പള്ളി പൊളിച്ചിട്ട് അങ്ങോട്ട് കടൽ കടന്ന് പോയത്. ആ നരേന്ദ്രമോദിക്ക് എന്ത് ഉളുപ്പാണുള്ളത്? പിന്നെ കോൺഗ്രസ്സുകാരോ? ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവർ പച്ചയായ ബൂർഷ്വാ രാഷ്ട്രീയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ കമൻറ്റ് കൊടുത്തു, CPMൻ്റെ കമൻറ്റ് കൊടുത്തില്ല. CPM ആണ് ഈ കേസ് കൊടുത്തതെന്ന് പോലും പറഞ്ഞില്ല. അപ്പോൾ BJP ആഗ്രഹിക്കുന്ന പ്രതിദ്വന്ദ്വി ആരാണ്? കോൺഗ്രസ്സാണ്. മോദി ആഗ്രഹിക്കുന്ന പ്രതിദ്വന്ദ്വിയാണ് രാഹുൽ ഗാന്ധിയാണ്. അത് ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ പങ്കിടലാണ്, കോർപ്പറേറ്റ് മുതലാളിമാർ ആഗ്രഹിക്കുന്ന പങ്കിടലാണ്. ആ പങ്കിടലാണ് കൃത്യമായിട്ട് നോക്കിയാൽ 6,123 കോടി രൂപ BJPക്ക്, 1,126 കോടി രൂപ കോൺഗ്രസിന്. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തെ കോർപ്പറേറ്റുകൾ പങ്കിട്ടെടുത്തപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഓരോ പാർട്ടിയുടെയും വോട്ടിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. വോട്ടിൻ്റെ പെർസെൻറ്റേജ് വെച്ച് രാഹുൽ ഗാന്ധി വാങ്ങിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കോൺഗ്രസ്സുകാരിൽ നിന്നുകൊണ്ട് നമുക്ക് എവിടെ മുന്നോട്ട് പോകാൻ പറ്റും? ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശരത്ത് ചോദിച്ച പോലെ പോരാട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീരുമാനമെടുക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ അടിമുടി മാറ്റണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ ഒരു പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ചു കഴിഞ്ഞാൽ ആ ആൾ പിന്നീട് കൂറുമാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാരണവശാൽ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാകരുത്. തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിയില്ലാണ്ട് കൂറുമാറി വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാകരുത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പോൾ കൂറുമാറ്റത്തെക്കാൾ എളുപ്പമുള്ള പരിപാടിയാണ് രാജിവെച്ചയാൾ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കരുത്. കൂറുമാറ്റത്തിന് വേണ്ടി രാജിവെച്ചാൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ അനുവദിക്കരുത്. തുടങ്ങിയ കുറെ കാര്യങ്ങളിലൂടെ രാജ്യത്തിന് മുന്നോട്ട് പോകാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശരിയാവില്ല. അതിന് കൃത്യമായ നിർദ്ദേശം CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പൊളിച്ചെഴുതണം. ആ പൊളിച്ചെഴുതാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ബഹുമാനപ്പെട്ട സുഭാഷ് ചന്ദ്രനാഥ് പറഞ്ഞെന്ന് തോന്നുന്നു. കൃത്യമായിട്ടും ചീഫ് ജസ്റ്റിസ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തണം. അട്ടിമറിച്ചില്ലേ ഇന്ത്യ രാജ്യത്ത്? അതുകൊണ്ട് ഈ അട്ടിമറിക്കെതിരായ പ്രതിരോധമാണ് പ്രധാനം. റൈറ്റ്. ഈ അട്ടിമറി കാലത്ത് അതുകൊണ്ട് തന്നെയാണ് ഈ വിധി ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമാകുന്നത്. ഡോക്ടർ പ്രേംകുമാർ, അതായത് ഇതെല്ലാം പറയുമ്പോഴും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ അടക്കം അല്ലാതെ തന്നെ കോർപ്പറേറ്റിലൂടെ ശ്രീ അനിൽകുമാർ വളരെ കാര്യമായി തന്നെ വിശദീകരിച്ചു ഏതൊക്കെ തുറകളിലൂടെ പണം ലഭിക്കുന്നു, ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ലാതെ. അപ്പോൾ അങ്ങനെ ലഭിച്ച പണം ആകെ സമാഹരിച്ച് വെച്ചുകൊണ്ട് പണാധിപത്യത്തിൻ്റെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് BJP പോകുമ്പോൾ, അതിൻ്റെ പുറകെ കോൺഗ്രസ് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിധിയുടേതായിട്ടുള്ള ഒരു ആഘാതം ഈ തെരഞ്ഞെടുപ്പിൽ അവർ കേൾക്കാനിടയില്ലല്ലോ. അല്ല, പണാധിപത്യവുമായി ബന്ധപ്പെട്ടുള്ള ആഘാതം
ഏൽക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സുപ്രീം കോടതി വിധിയിൽ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. റീഫണ്ട് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം ഇല്ലല്ലോ. ആരൊക്കെ എപ്പോഴൊക്കെ കൊടുത്തു എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ഇന്ന ഡേറ്റിന് ഇന്ന ആൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശ്രീ അനിൽകുമാറിനോട് ചോദിച്ചത് ആ പണം എന്ത് ചെയ്യണം എന്നുള്ളത്. പണം അവർ ചെലവാക്കി കഴിഞ്ഞു. അതിപ്പോൾ കോൺഗ്രസിന്റെ വലിയൊരു ആങ്സൈറ്റി ഈ 6000 കോടി എവിടെ പോയി എന്നുള്ളതാണ്. പകുതിയിലധികം പൈസ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരായ ആൾക്കാരുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും എം പിമാരെയും വിലയ്ക്ക് വാങ്ങാനൊക്കെയാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ ചേക്കിലെ എന്താ പറയുക, മാധവൻ കട്ടൊന്നും ചേക്കിന് പുറത്തു പോയിട്ടില്ല എന്നുള്ള പോലെ പൈസ മുഴുവൻ ഒരർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുള്ളത്. അതതിൻ്റെ വേറൊരു തമാശ. അതുകൊണ്ട് റീഫണ്ട് ചെയ്യാൻ പറയാത്തതുകൊണ്ട് തന്നെ അവരുടെ ഇലക്ഷൻ പ്രോസസ്സിനെ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഇത് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്, വളരെ വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള കള്ളങ്ങളെ ലെജിറ്റിമൈസ് ചെയ്തിട്ടാണ് എല്ലായിടത്തും ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫാസിസ്റ്റ് എന്താ പറയുക അധികാര ശ്രമങ്ങൾ ഉണ്ടാവുന്നത്. അത് വിശ്വാസം എന്നുള്ള സാധനത്തെ ശാസ്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും. പുഷ്പവിമാനമാണ് ആദ്യത്തെ വിമാനമെന്ന് പറയും. ഇന്നിടത്താണ് ഇന്ന് ദൈവം ജനിച്ചു വീണത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ബിൽഡിംഗ് പൊളിച്ചിട്ട് അവിടെ അമ്പലം ഉണ്ടാക്കും. ഇതിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ ഇവർ പല തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. അത് സാഹിത്യം ഉപയോഗിക്കും, സിനിമ ഉപയോഗിക്കും, പോപ്പുലർ കൾച്ചർ ഉപയോഗിക്കും, പിന്നെ എന്താ പറയുക മീഡിയ ഉപയോഗിക്കും. ആ കൂട്ടത്തിൽ ഒന്നാണ് പാർലമെൻറ്റിനകത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന നിയമങ്ങൾ എന്നുള്ളത്. മറ്റൊന്ന് പാർലമെൻറ്റിനെ തന്നെ നിഷ്പ്രഭമായിക്കൊണ്ടാണ്. നമുക്ക് അതാണ് അറിയുന്നത്. പാർലമെൻറ്റിനകത്ത് BJPക്കെതിരെ എണീറ്റ് നിന്ന് ശബ്ദമുണ്ടാക്കുന്ന ആളുകളെ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യുകയാണ്. ഒരു സമ്മേളന കാലത്തേക്ക് മുഴുവൻ സസ്പെൻഡ് ചെയ്യുകയാണ്. അവിടെയാണ് ഒരാൾ പറയുന്നത് ചില സമയങ്ങളിൽ മൗനവും ഞാൻ ആചരിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പല മെഷേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു മെഷറായിരുന്നു ഇത്. അതായത് വെള്ളപ്പണം കള്ളപ്പണമായി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതിനെയാണ് ഇവർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി, അഥവാ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ആസ്പെക്റ്റിലും കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി പറയേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം CMMRൽ നിന്ന് 100 കോടിയിലധികം രൂപ കിക്ക് ബാക്സ് പോയിട്ടുണ്ടെന്നാണ് ആ ഇൻ്ററിം റിപ്പോർട്ട് ഈ പറയുന്നത്. അതായത് കുറേ രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമപ്രവർത്തകർക്കും 30 കോടീൻ്റെ അടുത്തെങ്ങാൻ കിട്ടിയിട്ടുണ്ടത്രേ. അതിനെപ്പറ്റി നടക്കുന്ന ഒരു ചർച്ച ഞാൻ കേട്ടിട്ടുണ്ട് മലയാളത്തിലെ ഒരു ചാനലിൽ. നമ്മളൊക്കെ വളരെ റെസ്പെക്റ്റോടെ കാണുന്ന ഡോക്ടർ അരുൺകുമാർ അതിനെ വിശദീകരിക്കുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പൈസ കൊടുക്കുന്നത് പോലെ അല്ല മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത്. കാരണം മാധ്യമപ്രവർത്തകർക്ക് അധികാരമില്ല, രാഷ്ട്രീയക്കാർക്ക് അധികാരമുണ്ടെന്നാണ്. ഈ വിധിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൃത്യമായിട്ട് പറയുന്ന 3 വാക്കുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ ലീഡ്സ് ടു ആക്സസ്. നിങ്ങളൊരു പാർട്ടിക്കോ സ്ഥാപനത്തിനോ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആക്സസ് കിട്ടും, അവിടേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടും. ആൻഡ് ആക്സസ് ലീഡ്സ് ടു ഇൻഫ്ലുവൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടേക്ക് കിട്ടുന്ന ആക്സസ് ഇൻഫ്ലുവൻസിലേക്ക് എത്തും. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ല, ചർച്ച ചെയ്യാതിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ റിലവൻ്റ് ആവുന്നത്. മലയാളത്തിലെ 2 ചാനൽ, കൈരളി അല്ലാതെ വേറെ ഒരു ചാനൽ മാത്രമേ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പലപ്പോഴും ഇൻട്രോയുടെ പേരിൽ നമ്മളൊക്കെ വളരെ തീക്ഷണമായിട്ട് വിമർശിച്ചിട്ടുള്ള ഹാഷ്മിയുടെ ഇൻട്രോയുടെ ഒരു ഭാഗം ഞാൻ കേട്ടു. അതിൽ കൃത്യമായിട്ട് പറയുന്നു BJPയുടെ ചെകിടത്ത് കൊണ്ട അടിയാണ് ഇത് എന്ന്. ഒരു ചാനലിൽ ഒരു അവതാരകനെങ്കിലും മലയാളത്തിൽ ഇത് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും 8 വർഷത്തിന് ശേഷം സിവിൽ സപ്ലൈസിലെ വിലവർദ്ധനവ് നടപ്പിലാക്കിയതിനെ പറ്റിയിട്ട് കേരളത്തിലെ ആളുകൾ മുഴുവൻ മരിച്ചു വീഴുകയാണെന്നുള്ള മറ്റുള്ള ചർച്ചകൾ നടത്തുകയാണ്. നാഷണൽ ഇൻഡെക്സ് വന്നിട്ടുണ്ട്, വിലക്കയറ്റ തോത് ഏറ്റവും കുറവ് കേരളത്തിലാണെന്നുള്ളത്. ഇന്നലെ വന്നതാണ് നാഷണൽ ഡാറ്റ. അത് ഒരിക്കൽ പോലും. അപ്പം ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള സംഗതിക്കെതിരെ നിയമം വന്നാൽ പോലും അതിനെ എതിർക്കാൻ മാധ്യമങ്ങളോ കോർപ്പറേറ്റ് മാധ്യമങ്ങളോ സ്ഥാപനങ്ങളോ ഉണ്ടാവില്ല എന്ന് ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷക്കാരും മനസ്സിലാക്കേണ്ട അവസരമാണിത്. പ്രേംകുമാർ മുമ്പ് കേട്ട ഇൻട്രോയിൽ CPIM ആണ് ഈ പോരാട്ടം നടത്തിയതെന്നുണ്ടോ? ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല, ആ ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതിൽ ഈ സർക്കാർ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ബോൺസ് വാങ്ങിക്കുന്ന ആളുകൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് വേണം പൈസ കൊടുക്കാൻ. അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അക്കൗണ്ടഡ് ആണല്ലോ. അപ്പോൾ എത്ര പൈസ കൊടുത്തു എന്നുള്ളത് അക്കൗണ്ടഡ് ആണ്. പിന്നെ ഇത് വാങ്ങിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് അവരും ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവരുടെ അക്കൗണ്ടിലായിരിക്കണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ 2 നിബന്ധനകൾ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവർ പറയുന്നത്. ഇതിന് ട്രാൻസ്പെറൻസി ഉണ്ട്, അതുപോലെ തന്നെ ഇത് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പൈസ ഇതിനകത്ത് വരത്തില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷെ അതൊന്നും ബ്ലാക്ക് മണി ഫൈറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇതൊന്നും അല്ലല്ലോ. അത് സുപ്രീം കോടതി പറഞ്ഞതുപോലെ വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം തന്നെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൻ്റെ സെക്ഷൻ 29 അനുസരിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഇൻഡിവിജ്വലിന് കൊടുക്കാം, അസോസിയേഷന് കൊടുക്കാം, കമ്പനികൾക്ക് കൊടുക്കാം. പക്ഷേ 20,000 രൂപയ്ക്ക് താഴെയുള്ള മേളിലുള്ള
എമൗണ്ടാണ് അവർ കാണിച്ചിരിക്കേണ്ടത്. അപ്പോൾ ആ എമൗണ്ട് മുഴുവൻ ഇൻകം ടാക്സിനെ എക്സംഷൻ വേണമല്ലോ. അപ്പോൾ എക്സംഷൻ വേണമെങ്കിൽ അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇത് കാണിക്കണം, ഇൻകം കാണിക്കണം, ഇതൊക്കെ കാണിക്കണം. അപ്പോൾ ഇത് ഒരു ബാധ്യതയാണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലിഗേഷനാണ് അങ്ങനെ ചെയ്തിരിക്കണമെന്ന്. ശരി. അതായത് ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ അതേ ഇൻഫർമേഷൻ തന്നെ ഇലക്ഷൻ കമ്മീഷനും കൊടുത്തിരിക്കണമെന്നായിരുന്നു. ശരി. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോൺസിക്വൻഷ്യൽ അമെൻമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിലൂടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൻ്റെ അതിൽ റെസ്ട്രിക്ഷൻസ് അതങ്ങനെ കൊടുത്തിരിക്കണമെന്നുള്ള ആ നിബന്ധന അതൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ അത് കൊടുക്കുകയേ വേണ്ട. അപ്പോൾ ഇൻകം ടാക്സിനും കൊടുക്കണ്ട, ഈ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു 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 പദ്ധതിയാണിത്. റൈറ്റ്. അത് തീർച്ചയായും താങ്കൾ പറഞ്ഞു. നമ്മുടെ സമയക്കുറവുകൊണ്ട് ഞാനൊന്ന് ഇടപെടുന്നു ശ്രീ പി ഡി ടി ആചാരി. ഞാൻ സുഭാഷ് വളരെ ചുരുക്കം വാക്കുകളിൽ നേരത്തെ ഇവിടെ ചർച്ചയുടെ ഭാഗമായി വന്നതാണ്. സുപ്രീം കോടതിയുടെ ഈ ജഡ്ജ്മെൻറ്റിൽ ഈ ഭരിക്കുന്നൊരു സർക്കാരിൻ്റെ നയരൂപീകരണത്തെ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ അതൊരു കള്ളപ്പണ സമാനമായിട്ടുള്ള രീതി തന്നെയാണ് എന്നിന്ന് നിസ്സംശയം ഈ വിധിക്ക് ശേഷം പറയാം. കള്ളപ്പണം പോലെ തന്നെയാണ്. കള്ളപ്പണം ഒരു മടിയും കൂടാതെ പാർട്ടികൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത പാതയായിരുന്നു ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ നയരൂപീകരണത്തെ വളരെ സ്പഷ്ടമായി ഇവയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന വലിയ സംശയം സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ പോയാൽ കാണാനാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിരവധി പേജുകൾക്കകത്ത് ഇത് 232 പേജുള്ള ജഡ്ജ്മെൻ്റാണ്. അതിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന പാരഗ്രാഫുകൾക്കകത്തും ഇതിൻ്റെ ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും അതിനെ സംബന്ധിച്ചുള്ള കൺക്ലൂഷൻസുമാണ് 2 ജഡ്ജ്മെൻറ്റുകളിലായി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഇവർ പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള കള്ളപ്പണം ഞങ്ങൾക്ക് തന്നോ, ഞങ്ങളത് പിന്നെ വെള്ളപ്പണം വെളുപ്പിച്ചു കൊള്ളാം എന്നുള്ളൊരു സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോൾ 2017 തൊട്ട് 22 വരെയുള്ള കാലഘട്ടത്തിനകത്ത് BJPക്ക് 5000-6000-ലധികം കോടി രൂപ ലഭിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ മണ്ഡലത്തിനകത്തും ഈ 545 MP-മാരാണ് ഉള്ളത്. ഒരു MP ചെലവാക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പിനകത്ത് 75 ലക്ഷം രൂപയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടായി ചെലവായി ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതാണ്ട് 500 കോടി താഴെ കോടി മാത്രം ചെലവ് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഈ 6000 കോടി രൂപ വേറെ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു 4/1 മാത്രം തെരഞ്ഞെടുപ്പ് ചെലവ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 6/1 മാത്രം തെരഞ്ഞെടുപ്പ് ചെലവ് വരുന്ന സമയത്ത് ഈ ബാക്കി തുക എവിടേക്ക് പോകുന്നു? ബാക്കി കണക്കില്ലാതെ വരുന്ന, പേര് വെളിപ്പെടുത്താതെ വരുന്ന ഈ തുക മുഴുവൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് റൈസിംഗ് ആയി ഈ കള്ളപ്പണത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് നിലവിലുള്ള ഭരണ സംവിധാനം ഇത് കൊണ്ടുവന്നത്. അതിനെ തകർക്കുന്ന, അതിനുള്ള സർക്കാരിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇന്നത്തെ. ആ അർത്ഥത്തിലും സർക്കാരിന് മേൽ വലിയ അവിശ്വാസം സുപ്രീം കോടതി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതൃപ്തിയും അവിശ്വാസവും എന്നത് പ്രധാനപ്പെട്ട തന്നെയാണ്. ശ്രീ അനിൽകുമാർ, 2 വാചകത്തിൽ കള്ളപ്പണം നാട്ടിലേക്ക് കൊണ്ടുവരുന്നു, അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം കൊടുക്കുന്നു എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ച് രാജ്യത്തെ സുപ്രീം കോടതി തന്നെ കള്ളപ്പണവാദത്തെ പൊളിച്ചെടുക്കുന്ന വിധി വരുന്നു. ഇനിയും ഈ കള്ളപ്പണത്തിൻ്റെ പറച്ചിൽ ഈ രാജ്യത്ത് ചെലവാകുമോ BJPയെ സംബന്ധിച്ച്? യഥാർത്ഥത്തിൽ BJPയെയും RSSനെയും ഇന്നത്തെ സംഘപരിവാറിനെയും കേന്ദ്ര സർക്കാരിനെയും ആർക്കും അറിയില്ലാത്തത്? അവർ ഇത്രയേറെ തൊണ്ടുസുഗതം പിടിക്കപ്പെടുമ്പോൾ അവരിതല്ല അടുത്ത ദിവസങ്ങളിൽ വിഷയമാക്കി വരാൻ പോകുന്നത്. അത് വേറെയാണ്. ഇപ്പോൾ കർഷക സമരം നടക്കുന്നതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമല്ലേ, പക്ഷേ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ള ചേരിതിരിവിൻ്റെ കുതന്ത്രങ്ങളിലൂടെയാണ് അവർ അതിജീവിക്കുന്നത്. അപ്പോൾ അവർ എന്തായാലും വളരെ സുഗമമായി ലീഗലൈസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന വഴിയെ സുപ്രീം കോടതി അടച്ചു. അത് നിയമവിരുദ്ധമായി. അപ്പോൾ പിന്നെ എന്ത് മാർഗമുണ്ട്? അവസാനം BJPക്കാർക്ക് ഇനിയും ധർമ്മരാജന്മാർ വേണ്ടിവരും. കൊടകര കുഴൽപ്പണം പോലെ ധർമ്മരാജന്മാർ വീണ്ടും വേണ്ടിവരും. നമുക്ക് കാത്തിരിക്കാം. റൈറ്റ്. നന്ദി ശ്രീ അനിൽകുമാർ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ശ്രീ PDT ആചാരി, ഡോക്ടർ പ്രേംകുമാർ ഞങ്ങളുമായി സഹകരിച്ചതിന്.